ഓരോ പീരിയഡ്സിന്റെ സമയത്തും നിങ്ങൾ 1-2 മണിക്കൂർ കൂടുമ്പോൾ പാഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അതോ രക്തം കട്ടയായിട്ട് പോകുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒലിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടോ? അതേപോലെ തന്നെ മെൻസ്ട്രൽ കപ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഒരു 2 hours കൊണ്ടൊക്കെ നിറഞ്ഞ് പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ടോ? ഇതെല്ലാം അമിത രക്തസ്രാവത്തിന്റെ സിംറ്റംസ് ആണ്. നിങ്ങളുടെ പീരിയഡ്സ് നോർമൽ അല്ലാന്നും ഒരുപാട് ബ്ലഡ് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്നും സ്വന്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? നിങ്ങളുടെ യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാം, പോളിപ്പ് ഉണ്ടാവാം, അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാം, PCOD പോലുള്ള പ്രോബ്ലം. അതേപോലെ തന്നെ മരുന്നുകൾ, എക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മരുന്നുകൾ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ മരുന്ന് കഴിക്കുന്നതായിരിക്കാം കാരണം. ഒന്നും അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ഷീണം ഒരുപാട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാഡ് മാറ്റേണ്ടി വരിക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് എന്താണ് കാരണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കതിന് ട്രീറ്റ്മെന്റ് എടുക്കാം.